ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇവരെന്താണ് ഈ പറയുന്നത്, ഈ ഒരു നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അവനവനൊരു അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ അത് മനസ്സിലാവും അല്ലേ. ഞങ്ങൾക്ക് കുറച്ചാൾ മുമ്പുണ്ടായ ഒരു അനുഭവം ഈ രാത്രി യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാത്രി സഞ്ചാരം പൊതുവെ മനുഷ്യരുടെ സഞ്ചാര സമയമല്ലാന്നും യക്ഷകിന്നര പ്രേതാദികളുടെ സഞ്ചാര സമയമാണെന്നും ഒരു വിശ്വാസമുണ്ട്. 1:30 മണിയായി, കറക്റ്റ് 1:30 മണി നമ്മളത് നോക്കുന്നുണ്ട്. ഞങ്ങൾ കാണുന്നത് ആ ചെങ്ങന്നൂർ അമ്പലം കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് ശരിക്കും റോഡിന്റെ നടുക്ക് ഒരു മൺകൂന ശരിക്കും റോഡ് പണി നടക്കുന്നുണ്ട്. നമുക്ക് അതിൽ സംശയമൊന്നും തോന്നുന്നില്ല. ശരി, മണ്ണ് കിടക്കുന്നുണ്ട്, വഴി ബ്ലോക്കാണ്, നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഒരു ATM ഉണ്ട്. അപ്പൊ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്താ, അത് അവിടെ വഴി ബ്ലോക്കാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴി കാണിച്ചു തന്നു പുള്ളി, ഈ വഴി കൂടെ പോയാൽ അപ്പുറത്ത് കയറാം എന്ന് പറഞ്ഞ് ആ റോഡ് നേരെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. റോഡ് നേരെ ഇവിടെ പോയി. നമസ്കാരം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇവരെന്താണ് ഈ പറയുന്നത്, ഈ ഒരു നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അവനവനൊരു അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ അത് മനസ്സിലാവും അല്ലേ. ഈ നമ്മളൊക്കെ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ ഉണ്ട്. അത് ഓരോരുത്തർ പറയുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാം. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ദമ്പതികൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കും കേട്ടോ. ശരിക്കും നമ്മളൊന്ന് ഞെട്ടിപ്പോവും. ഇദ്ദേഹം തൃശ്ശൂർ പുത്തില്ലത്ത് പ്രവീൺ എമ്പ്രാന്തിരിയാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം. അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ ശാന്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അടുത്തിരിക്കുന്നത്. ഇവർക്ക് മുൻപ് കുറച്ചാലും പിന്നോട്ട് പോകണം, ഏതാണ്ട് കൊറോണ സമയത്താണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായി. അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ തിരുമേനിയുടെ അച്ഛനും അമ്മയും വൈക്കത്താണ്. അപ്പോൾ കുടുംബ വീട്ടിലേക്ക് ഇവർ ഭാര്യയും ഭർത്താവും കൂടെ കാറിൽ പോയതാണ്. പോയിട്ട് മടങ്ങി വരുമ്പോഴാണ് സംഭവം കേട്ടോ. ഏതാണ്ട് 1 മണി എന്തോ ആയി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞാണ് ഇവർക്ക് ഈ അനുഭവം ഉണ്ടായത്. കുറച്ച് സമയത്തേക്ക് അവർ സ്റ്റക്കായെന്ന് വേണം പറയാൻ. സ്ഥിരം പോകുന്ന വഴിയാണെങ്കിൽ കൂടി ഇവർ ഗൂഗിൾ മാപ്പ് ഇടും. ആ ഗൂഗിൾ മാപ്പ് സ്റ്റക്കായിപ്പോയി. അവരുടെ കയ്യിൽ 3 ഫോണുണ്ട്. 3 ഫോണിലെയും ഗൂഗിൾ മാപ്പ് ആ സമയത്ത് സ്റ്റക്കായിപ്പോയി. എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ. അതെന്താണ് സംഭവം എന്ന് ആ പ്രവീൺ തിരുമേനി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയൊന്നുമല്ല. ഇത് ചിലപ്പം അങ്ങനെ മറ്റെന്തോ നമ്മൾ പറയില്ല, ദൈവമുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. പിന്നെ ദൈവീകമായ രാത്രി സമയങ്ങളിലൊക്കെ പറഞ്ഞാൽ ദൈവങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ശക്തികളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ സഞ്ചാര സമയമെന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത്. ആ സമയത്ത് ഇവർ പോയത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം സംഭവിച്ചത്. എന്തായാലും ഒരു പക്ഷേ മനസ്സിൻ്റെ തോന്നലും ആകാം. എന്തായാലും 2 പേർക്കും ഒരുപോലെ, ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തോ സംഭവമുണ്ട്. എന്തായാലും പ്രവീൺ തിരുമേനിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സംസാരിക്കും, നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ട് കഴിയുമ്പോൾ ശരിക്കൊരു എന്താ പറയുന്നത്, ഒരു വല്ലാത്ത ഒരു അനുഭവം തോന്നും. കാരണം നമുക്ക് ചെറിയൊരു പേടി പോലൊക്കെ തോന്നും. അല്ല, പേടി നല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും തിരുമേനി പറയുന്നൊന്ന് കേൾക്കാം. ഞങ്ങൾക്ക് കുറച്ചാൾ മുമ്പുണ്ടായ ഒരു അനുഭവം ഈ രാത്രി യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാത്രി സഞ്ചാരം പൊതുവെ മനുഷ്യരുടെ സഞ്ചാര സമയമല്ലാന്നും യക്ഷകിന്നര പ്രേതാദികളുടെ സഞ്ചാര സമയമാണെന്നും ഒരു വിശ്വാസമുണ്ട്. കോവിഡിനൊക്കെ മുന്നെയാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് വൈക്കം പോകുന്ന സമയത്ത് MC റോഡിന്റെ പണി നടക്കുന്ന സമയമാണ്. ചെങ്ങന്നൂര് തിരുവല്ല ആ ഭാഗമെല്ലാം പണി നടക്കുന്ന സമയമാണ്. തിരിച്ച് ഞങ്ങൾ രാത്രി അവിടെ നിന്ന് വൈക്കത്തു നിന്ന് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയം പണി നടക്കുന്നത് കൊണ്ട് തന്നെ പണി നടക്കുവാണല്ലോ, നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി രാത്രിയാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന വഴിയാണെങ്കിലും ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെയാണ് രാത്രി വരുന്നത്. രാത്രി ശരിക്ക് 1:30 മണിയായി, കറക്റ്റ് 1:30 മണി നമ്മളത് നോക്കുന്നുണ്ട്. ഞങ്ങൾ കാണുന്നത് ആ ചെങ്ങന്നൂർ അമ്പലം കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് ശരിക്കും റോഡിന്റെ നടുക്ക് ഒരു മൺകൂന ശരിക്കും റോഡ് പണി നടക്കുന്നുണ്ട്. നമുക്ക് അതിൽ സംശയമൊന്നും തോന്നുന്നില്ല. ശരി, മണ്ണ് കിടക്കുന്നുണ്ട്, വഴി ബ്ലോക്കാണ്, നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഒരു ATM ഉണ്ട്. അപ്പൊ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്താ, അത് അവിടെ വഴി ബ്ലോക്കാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴി കാണിച്ചു തന്നു പുള്ളി, ഈ വഴി കൂടെ പോയാൽ അപ്പുറത്ത് കയറാം എന്ന് പറഞ്ഞ് ആ റോഡ് നേരെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. റോഡ് നേരെ ഇവിടെ പോയി. അവസാനം മുമ്പിലൊരു ഭയങ്കര വലിയ മതില്,
അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ റോഡെന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് സംഭവമായിരുന്നു. അവിടെ ചെന്ന് ക്ലോസ് ആവുകയാണ്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. മതില് 3 ഫോണ് ഞങ്ങളുടെ കയ്യിലുണ്ട്. 3 ഫോണിലും ഗൂഗിൾ മാപ്പ് സ്റ്റക്കാണ്. ഗൂഗിൾ മാപ്പ് സ്റ്റക്ക് വർക്ക് ചെയ്തോണ്ടിരുന്ന ഫോൺ സ്റ്റക്ക്. മതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കാർ കൊണ്ട് ചവിട്ടി നേരെ മുമ്പിൽ മതിലാണ്. അപ്പോ അടുത്ത ഒരു ഫോണിൽ സ്റ്റക്ക് ആകുമ്പോ നമ്മൾ നോർമലി അടുത്ത ഫോണെല്ലാം സ്റ്റക്കാണ്. അപ്പോഴ് മനസ്സിലായി ഞാൻ ഇത് പണി കിട്ടിയതാണ് എന്ന്. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ അടിച്ച് വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വിട്ട്. പക്ഷേ തിരിച്ച് വന്ന് കേറിയപ്പോ അവിടെ മൺകൂനെയോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ആ റോഡ് തന്നെ, ആ റോഡ് മുന്നോട്ട് പോവാൻ അപ്പോൾ ഫ്രീ ആണ്. വേറെ ഒരു പ്രശ്നമില്ല. നമ്മൾ കണ്ട ആ ഒരു തടസ്സം അവിടെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി അവിടെ ഇല്ല. ചെങ്ങന്നൂര് മഹാദേവന്റെ അമ്പലത്തിന് കുറച്ച് മുന്നില്. ഇത് രാത്രി എന്താണെന്ന് അറിഞ്ഞൂടാ. പലരും സഞ്ചരിക്കുന്ന, പല ദേവതാ സങ്കല്പങ്ങൾ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ടാവാം. ശരിക്കും ഇപ്പോഴും ഞങ്ങൾക്കത് പറയുമ്പോ മറ്റുള്ളവർ എത്രത്തോളം വിശ്വസിക്കുന്ന അറിഞ്ഞൂടാ. ശരിക്കും സത്യമായ അനുഭവമാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും അത് പറയുമ്പോ ശരീരത്തിൽ എനിക്കൊരു വല്ലാത്തൊരു തണുപ്പ് ഫീൽ ചെയ്യും. കാരണം നമ്മൾ അനുഭവിച്ച ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. കാരണം റോഡിൽ അധികം വണ്ടികളൊന്നുമില്ല, മോളുണ്ട്, അവിടെ കിടന്ന് ഉറങ്ങുന്നു രാത്രി. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റുക ഈശ്വരാധീനാണ്. എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിത് വിശ്വസിക്കണോ അത് തള്ളിക്കളയണോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഇനി ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കുണ്ടായ അനുഭവം നമുക്കല്ലേ മനസ്സിലാക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ തിരുമേനിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു കേട്ടോ. അദ്ദേഹം പറയുന്നത്, ഈ ഒരു വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ആണ്. അദ്ദേഹം പറഞ്ഞ രാത്രികാലങ്ങളിലൊക്കെ ഇതുപോലുള്ള ചില അദൃശ്യ ശക്തികളുടെയൊക്കെ സഞ്ചാരം ഉണ്ടല്ലോ. അപ്പോൾ അവർ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരെ വഴിതിരിച്ച് വിട്ടതാണെന്നും അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായ തോന്നലായിരിക്കാം എന്നാണ് തിരുമേനി പറഞ്ഞത്. എന്തായാലും ശരിക്കും രണ്ടുപേരും ഒന്ന് ഭയന്നു പോയി കേട്ടോ. ഈ പറഞ്ഞ പോലെ അത് അവരുടെ അനുഭവമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ അതിൻ്റെ കാര്യം മനസ്സിലാകും. നമ്മളിനി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചെന്നാണ് അവർ പറഞ്ഞത്. ആ ഭാഗത്ത് ഇതുപോലെ മറ്റെന്തെങ്കിലും സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, മറ്റുള്ളവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇത് ഓരോരുത്തരുടെ അനുഭവങ്ങളും അവരുടെ വിശ്വാസങ്ങളും മാത്രമാണ് ഈ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതൊരിക്കലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരു ചാനലല്ല. ഇതുപോലെ ചില ആളുകൾക്ക് ഇത്തരത്തിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ചില അത്ഭുതകരമായ അനുഭവങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു കൗതുകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ. മാത്രമാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുവെത്താം. നന്ദി, നമസ്കാരം.